കർവ് ടാറ്റയുടെ EV പ്ലാറ്റ്ഫോമിലേക്ക് അവർ കൊണ്ടുവന്നിരിക്കുന്ന മോഡലാണ്. 2020 ഓട്ടോ എക്സ്പോ ഈ ഒരു വാഹനം പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു EV ആയതുകൊണ്ട് ഗ്രില്ലും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ടാറ്റയുടെ ലോഗോ കാണാം. കട്ടിംഗ് എഡ്ജോട് കൂടിയ ഒരു DRL വിത്ത് LED ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത്. നമുക്ക് ഇവിടെ ആയിട്ടാണെങ്കിലും ഒരു LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ബോണറ്റിലാണെങ്കിൽ ഒരു ഡിസൈൻ എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ബോണറ്റിലേക്ക് കയറി നിൽക്കുന്ന ഒരു DRL ആണ് കൊടുത്തിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു വീല് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഡിസൈനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വാഹനമാണെന്ന് തോന്നുന്നു. EV സെഗ്മെൻറ്റിൽ ഫ്രണ്ടും ബൈക്കും ഡിസ്ക് ബ്രേക്ക് വിത്ത് റെഡ് കാലിപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ നമുക്ക് പോപ്പ് ഡോർ ഹാൻഡിൽസ് വരുന്നുണ്ട്. ഒരു മിറർ കാണാൻ കഴിയും. ഇന്ത്യയിലാണെങ്കിൽ ഒരു റെഡ് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും. മേ ബി ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വാഹനമായിരിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നു. ആ സീറ്റ് ബെൽറ്റിനാണെങ്കിൽ പോലും ആ റെഡ് എലമെൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ആ ഒരു ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് ചരിഞ്ഞിറങ്ങുന്ന കൂപ്പ ലൈൻ പോലുള്ള ഒരു ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. കട്ടിംഗ് എഡ്ജോട് കൂടിയ ബൈക്ക് ടൈലാം യൂണിറ്റ് വരുന്നുണ്ട്. ടാറ്റ ലോഗോ കാണാം. കർവ് എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ബൈക്കിലും ആ ഒരു ഡിസൈനും കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. മുകളിലേക്ക് നോക്കുവാണെങ്കിലും ഒരു സ്പോയിലറും തോന്നിക്കാവുന്ന രീതിയിലായിട്ടുള്ളൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. മറ്റ് ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയില്ല. ഇത് 2020 ഓട്ടോ എക്സ്പോയിലും ഈ ഒരു വാഹനം പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം?